ഈ ഒരു ക്വസ്റ്റ്യൻ 2024 HSL ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബോയിഡ് ഉണ്ട്. ഈ ക്യൂബോയിഡ് ആണെങ്കിൽ ഓക്കെ നമുക്ക് വരച്ച് വെക്കാം. ക്യൂബോയിഡിന്റെ ഹൈറ്റ്, ലെങ്ത് ഇതെല്ലാം തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 20, 10, അതുപോലെ തന്നെ 12 ആണ്. ഇതിനെ കട്ട് ചെയ്തിട്ട് 8 ഈക്വൽ പീസാക്കി എന്നാണ് പറയുന്നത്. 8 ഈക്വൽ പീസാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ കട്ടിങ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യമേ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു കട്ട് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്യും. അപ്പൊ ഇത് മൊത്തം 4 പീസായി. നമുക്ക് വേണ്ട 8 പീസാണ്. അത് 3 കട്ടിൽ. മൂന്നാമത്തെ കട്ടിങ് ഇങ്ങനെ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ കട്ടിങ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ മൊത്തം 8 പീസ് നമുക്ക് കിട്ടും. 8 പീസ് കിട്ടും. നമുക്കറിയാം ലെങ്ത് 20ആണ്. അപ്പോൾ ഈ ഒരു പീസിന്റെ ഈ ഒരു ലെങ്ത് 10 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വിഡ്ത്ത് 12 ആണ്. വിഡ്ത്ത് 12 ആണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ലെങ്ത്, അതായത് ഈ ക്രോസ് തൊട്ട് ഇപ്പുറത്തുള്ള ക്രോസ് വരെയുള്ളതിൻ്റെ ലെങ്ത് 6 ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഹൈറ്റ്, മൊത്തം ഹൈറ്റ് 10 ആണ്. സോ അപ്പോൾ ഈ ഒരു ഹൈറ്റ് 5 ആയിരിക്കും. അതായത് നിങ്ങൾ ചെറിയ ക്യൂബോയിഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 6, 5 ഇതായിരിക്കും കിട്ടുന്നത്. അങ്ങനത്തെ 8 ക്യൂബോയിഡ് ഉണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ സർഫേസ് ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 6x10 രണ്ട് സൈഡ് കാണും. അതുകൊണ്ടാണ് 6x10 ഒരു സൈഡ് കാണും, 5x10 ഒരു സൈഡ് രണ്ട് സൈഡ് കാണും. അതുപോലെ തന്നെ 6x5 രണ്ട് സൈഡ് കാണും. കാരണം നമുക്ക് ക്യൂബാണേലും മൊത്തം 6 സൈഡാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു സൈഡ് 6x10 കാണും, പിന്നെ 5x10 കാണും, 6x5 കാണും. അങ്ങനെ എല്ലാത്തിൻ്റെ 2 വെച്ച് കാണും. അതാണ് ഞാൻ ഇൻറ്റു 2 എന്ന് പറഞ്ഞത്. അതായത് 6x10 ഇതൊരെണ്ണം, ദെൻ അടിയിലൊരെണ്ണം. ഓക്കെ, 6x5 ഇതൊരെണ്ണം, ദെൻ ഈ സൈഡിലൊരെണ്ണം, ദെൻ നെക്സ്റ്റ് അങ്ങനെ വരും. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ 60, 50, 30, 60, 50, 30, 60, 50, 110, 140 എന്ന് പറഞ്ഞു കിട്ടും. 140 ഇൻറ്റു 2 250 എന്ന് പറഞ്ഞു കിട്ടും. നമ്മുടെ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് എല്ലാ ക്യൂബിൻ്റെയും ടോട്ടൽ സർഫേസ് ഏരിയ. മൊത്തം 8 ക്യൂബ് ഉണ്ട്. അപ്പോൾ 280 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 64, 16, 22, 40 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കട്ടിങ് മാത്രം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പം ചെയ്യാം. കാരണം ഒരു ചെറിയ ക്യൂബോയിഡിൻ്റെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാണ്.